ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഗണിതമാണ്. 2ാം ക്ലാസ്സിലെ ഗണിതം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ പാഠത്തിൻ്റെ പേര് പാഠം 10 ചന്തമുള്ള ബന്ധങ്ങൾ. എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്? ചന്തമുള്ള ബന്ധങ്ങൾ. അപ്പം നമുക്ക് നോക്കിയാലോ. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ചന്തമുള്ള ബന്ധങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് അറിയോ? ഇതിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉത്തരങ്ങൾ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു ക്ലാസ് ആണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ചന്തമുള്ള ബന്ധങ്ങൾ. ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു സ്കൂളിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. സ്കൂളിലെ കുട്ടികൾ കാണാം, അവരെന്തോ കളിക്കുകയാണ്. അത് നിങ്ങൾക്ക് കാണാം അല്ലേ? കൂട്ടങ്ങളാക്കി കളിക്കാം. കുറേ മുത്തുകളുണ്ട്. ഒരാൾക്ക് കുറേ എണ്ണം എടുക്കാം. കിട്ടിയ മുത്തുകൾ ബാക്കി വരാതെ 2 വീതമുള്ള കൂട്ടങ്ങളാക്കാൻ കഴിഞ്ഞാൽ 1 പോയിന്റ് കിട്ടും. അപ്പോൾ മുത്ത് കുറേ എണ്ണം ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് 2 വീതങ്ങളാക്കണം. 2 വീതമാക്കുമ്പോൾ രണ്ടിലും ഒരേ, അതായത് ഇപ്പോൾ 10 ആണെങ്കിൽ 10 മുത്തുകളാണെങ്കിൽ ഒരു 5 5 എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് നമുക്ക് വീതിക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 പോയിന്റ് കിട്ടും. സുമയ്ക്ക് 16 മുത്തുകൾ കിട്ടി. അപ്പൊ സുമയ്ക്ക് എത്ര മുത്തുകളാണ്? 16 മുത്തുകൾ കിട്ടി. സുമയ്ക്ക് പോയിന്റ് കിട്ടുമോ? 16 മുത്തുകളാണെങ്കിൽ നമുക്ക് തുല്യമായി വീതിക്കാം അല്ലെ? 16 8 8 എന്ന് വീതിച്ചു കൊടുക്കാം. അപ്പോൾ സുമയ്ക്ക് പോയിന്റ് കിട്ടും. മറ്റു കൂട്ടുകാർക്ക് കിട്ടിയ എണ്ണം നോക്കൂ. 7 22 11 10 12 14 25 18 20 19. ഇവയിൽ ഏതൊക്കെ എണ്ണം മുത്തുകളാണ് ബാക്കി വരാതെ 2 വീതമുള്ള കൂട്ടങ്ങളാക്കാൻ കഴിയുന്നത്? 22 10 12 14 18 20. അപ്പൊ ഇത്രയും നമുക്ക് എന്ത് ചെയ്യാം? പകുതി കറക്റ്റായിട്ട് വീതിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. 2 വീതമുള്ള കൂട്ടങ്ങളാക്കുമ്പോൾ 1 ബാക്കി വരുന്നത് ഏതൊക്കെ എണ്ണമാണ്? 7 11 25 19. മറ്റു ചില സംഖ്യകൾ എഴുതൂ. 2 വീതമുള്ള കൂട്ടങ്ങളാക്കുമ്പോൾ 1 ബാക്കി വരുന്ന സംഖ്യകൾ: 3 5 9 13 15. 2 വീതമുള്ള കൂട്ടങ്ങളാക്കുമ്പോൾ ബാക്കി വരാത്ത സംഖ്യകൾ: 2 4 6 16 24. 1 3 5 7. ഇതിന് നമുക്ക് ഇതിന്റെ ആ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താ വരിക? 1ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 3, 3ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 5, 5ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 7, 7ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 9, 9ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 11, 11ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 13 എന്നിവയെ ഒറ്റ സംഖ്യകളെന്ന് പറയുന്നു. അടുത്തത് 2 4 6 8 10 12 14 എന്നിവയെ ഇരട്ട സംഖ്യകളെന്ന് പറയുന്നു. അക്കങ്ങളുടെ തുക. ഗണിത ക്ലബിൽ പറയാൻ പറ്റിയ കണക്കുകൾ ആലോചിക്കുകയാണ് മിയ. രസമുള്ള കണക്കുകൾ വല്ലതും പറയാമോ? അക്കങ്ങളുടെ തുക 10 കിട്ടുന്ന ഒരു 2 അക്ക സംഖ്യ പറയാണോ? 19. അപ്പൊ നമുക്ക് 19-ല് 1ഉം 9ഉമാണ് അക്കങ്ങൾ അല്ലെ? ഈ 1ഉം 9ഉം കൂട്ടിയാൽ നമുക്ക് എന്ത് വരും? 10 വരും. അപ്പൊ ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കണം സംഖ്യകൾ. ബാക്കിയുള്ളവ കൂടി കണ്ടുപിടിക്കൂ. അക്കങ്ങളുടെ തുക 10 കിട്ടുന്ന 2 അക്ക സംഖ്യകൾ നമ്മൾ എഴുതണം. നമുക്ക് നോക്കാം. 19, 1ഉം 9ഉം കൂട്ടിയാൽ 10 കിട്ടും. 28, 2ഉം 8ഉം കൂട്ടിയാലും 10 കിട്ടും. 37, 3ഉം 7ഉം കൂട്ടിയാലും 10 കിട്ടും. 46, അതിൽ 4ഉം 6ഉം കൂട്ടിയാലും 10 കിട്ടും. then 55, 5ഉം 5ഉം കൂട്ടിയാൽ 10, 64, 73, 82, 91. ഇതിലെല്ലാം നമുക്ക് അക്കങ്ങളുടെ തുക 10 കിട്ടും. കണ്ടുപിടിച്ച സംഖ്യകൾ ക്രമമായി ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതൂ. ഇപ്പൊ മേലെ എഴുതിയിരിക്കുന്നതെല്ലാം നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. 19, 28, 37, 46, 55, 64, 73, 82, 91. ഇവയിൽ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? എഴുതൂ. ഓരോ സംഖ്യയിലെയും അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരു ഇരട്ട സംഖ്യയാണ്.
ക്രമം മാറ്റാം. മിയ ചാർട്ടിൽ എഴുതിയത് നോക്കൂ. നമുക്ക് ഒരേ സംഖ്യകളെ തന്നെ ക്രമം മാറ്റി എഴുതാം. 8 + 9 17. 9 + 8 17 ക്രമം മാറ്റിയാലും നമുക്ക് കിട്ടുന്ന തുക മാറുന്നില്ല. അതാണ് കുട്ടികൾ പറയുന്നത് അല്ലെ. കൂടുതൽ സംഖ്യകൾ എഴുതി നിങ്ങളും ചെയ്തു നോക്കൂ. അവ നോട്ട് ബുക്കിൽ എഴുതൂ. അടുത്തടുത്ത സംഖ്യകളുടെ തുകകൾ. അടുത്തടുത്ത സംഖ്യകളുടെ തുക എഴുതണം. 1 + 2 3, 2 + 3 5, പിന്നെ അതുപോലെ തന്നെ 3 + 4 7, 6 + 7 13, 8 + 9 എത്രയാ? 17, 10 + 11 21, 12 + 13 25, 15 + 16 31. അടുത്തടുത്ത സംഖ്യകളുടെ തുക. മിയയും കൂട്ടുകാരും അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകൾ കൂട്ടി എഴുതിയത് നോക്കൂ. തുടർന്ന് എഴുതുക. അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്താണ്? തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുക എപ്പോഴും ഒരു ഒറ്റ സംഖ്യയായിരിക്കും. നിങ്ങൾ നോക്കൂ, 1 + 2 കൂട്ടി നോക്കൂ, നിങ്ങൾക്ക് 3 വരിക. 2 + 3 കൂട്ടി നോക്കൂ, 5 വരിക. അപ്പൊ അടുത്തടുത്ത തുകകൾ കൂട്ടിയാൽ എപ്പോഴും ഒരു ഒറ്റ സംഖ്യയാണ് വരിക. ഒറ്റ സംഖ്യകൾ. ഇനി രണ്ട് ഒറ്റ സംഖ്യകൾ കൂട്ടി നോക്കിയാലോ? മിയ ചോദിച്ചു. അവർ കൂട്ടി എഴുതി. തുടർന്നുള്ള സംഖ്യകൾ നിങ്ങളും കൂട്ടി എഴുതൂ. 1 + 3 4, 3 + 5 8, 7 + 5 എത്രയാണ്? 7 + 5 12, 3 + 9 12, 11 + 7 എത്രയാണ്? 18. 9 + 11 18, 20. നെക്സ്റ്റ് 13 + 15 28 വരിക. രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക നമുക്ക് നോക്കാം. രണ്ട് ഒറ്റ സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്താണ്? രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. ഇനി രണ്ട് ഇരട്ട സംഖ്യകൾ എടുത്ത് കൂട്ടി നോക്കൂ. തുകയുടെ പ്രത്യേകത എന്താണ്? 2 + 4 6, 14 + 6 20. രണ്ട് ഇരട്ട സംഖ്യകളുടെ തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. ഒരു ഒറ്റ സംഖ്യയും ഒരു ഇരട്ട സംഖ്യയുമായാലോ? ഒരു ഒറ്റ സംഖ്യയുടെയും ഒരു ഇരട്ട സംഖ്യയുടെയും തുക എപ്പോഴും ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും. അപ്പോൾ ഇത് ആവശ്യമുള്ളവര് എഴുതിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കിയാലോ? അപ്പൊ നമുക്ക് നോക്കാം. ഒരു ഒറ്റ സംഖ്യയുടെയും ഒരു ഇരട്ട സംഖ്യയുടെയും തുക എപ്പോഴും ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് വീണ്ടും വീണ്ടും കുറയ്ക്കാം. സുമിയുടെ കയ്യിൽ 16 രൂപയുണ്ട്. 5 രൂപയ്ക്ക് പേന വാങ്ങി, 3 രൂപയ്ക്ക് ഒരു പെൻസിലും വാങ്ങി. ഇനി സുമിയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? നമുക്ക് നോക്കാം. ആകെ 16 രൂപയാണ്. പേന 5 രൂപ. അപ്പൊ 16 രൂപയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 5 രൂപ കുറയ്ക്കുക. 11 രൂപ കിട്ടും. പെൻസിലോ 3 രൂപ. ബാക്കി 11 3 പോയാൽ 10 എത്ര വരും? 8 രൂപ അല്ലെ. അപ്പൊ ഇതില് 24-ൽ നിന്ന് 7ഉം 3ഉം ആണ് കുറയ്ക്കുന്നതെങ്കിലും അപ്പൊ നമ്മൾ 7 + 3 ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 24-ൽ നിന്ന് 10 കുറച്ചു കഴിഞ്ഞാൽ മതിയാവും. 24-ൽ നിന്ന് ഏത് സംഖ്യയാണ്? 10 അല്ലെ. 46-ൽ നിന്ന് 10ഉം 6ഉം കുറയ്ക്കുന്നതിന് പകരം 46-ൽ നിന്ന് ഏത് സംഖ്യ കുറയ്ക്കണം? 16. കൂട്ടി കൂട്ടി പോകാം. മിയ ചില സംഖ്യകൾ ക്രമത്തിൽ എഴുതിയത് നോക്കൂ. 1 3 5 7, പിന്നെ ഏതാ വരെ? 9 കഴിഞ്ഞാൽ 11 13. ഈ സംഖ്യകൾ ഒറ്റ സംഖ്യകളാണ്. തുടർന്നുള്ള സംഖ്യകൾ എഴുതുക.
അപ്പൊ നമുക്ക് എല്ലാം ഒന്നിനോട് 2 കൂട്ടിയിട്ട് കിട്ടുന്ന സംഖ്യകളാണ്. ഒന്നിനോട് 2 കൂട്ടിയിട്ടാണ് നമ്മൾ ആ പാറ്റേൺ തന്നെ എഴുതിയിരിക്കുന്നത് കേട്ടോ. 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 2 ആണ്. ഇനി 2നോട് 2 വീതം കൂട്ടിക്കിട്ടുന്ന സംഖ്യകൾ എഴുതി നോക്കൂ. 2, 4, 6, 8, 10, 12. ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദ്യം. നമ്മുടെ ഉത്തരം വരുന്നത് ഇവ ഇരട്ട സംഖ്യകളാണ്. 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 2 ആണ്. അടുത്തത് 5നോട് 5 വീതം കൂട്ടിക്കിട്ടുന്ന സംഖ്യകൾ എഴുതി നോക്കൂ. 5, 10, 15, 20, 25, 30. ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 5 ആണ്. 10നോട് 10 വീതം കൂട്ടിക്കിട്ടുന്ന സംഖ്യാക്രമം എഴുതുക എന്നാണ്. അപ്പൊ നമുക്കിതിൽ അതിന് മുമ്പ് 5ന്റെ കേസിൽ 1ന്റെ സ്ഥാനത്തെ അക്കം എപ്പോഴും 0 അല്ലെങ്കിൽ 5 ആയിരിക്കും എന്നാണ് പ്രത്യേകത വരിക. ഇനി 10നോട് 10 കൂട്ടിക്കിട്ടുന്ന സംഖ്യകൾ നമ്മൾ എഴുതണം. 10, 20, 30, 40, 50, 60, 70, 80, 90. രണ്ടാമത്തെ അക്കം 0 ആയ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട്? 9. 1നോട് 10 വീതം കൂട്ടിക്കിട്ടുന്ന സംഖ്യാക്രമം എഴുതുക. 1, 11, 21, 31, 41, 51, 61, 71, 81, 91. ഇതെല്ലാം 10 കൂട്ടി നമ്മൾ എഴുതുന്നതാണ്. രണ്ടാമത്തെ അക്കം 1 ആയ രണ്ടക്ക സംഖ്യകൾ എത്രയുണ്ട് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും 9 എണ്ണം ഉണ്ട് കേട്ടോ. ഇനി 1 മുതൽ 7 വരെയുള്ള സംഖ്യകൾ വട്ടങ്ങളിൽ എഴുതുക. ഒരേ വരയിലുള്ള 3 എണ്ണം കൂട്ടിയാൽ തുക നമുക്ക് 12 ആകണം. എഴുതിയ സംഖ്യകൾ വീണ്ടും എഴുതാൻ പാടില്ല. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. പക്ഷെ ഒരേ വരിയിലുള്ളത് നോക്കുമ്പോൾ 12 ആണ് കിട്ടേണ്ടത്. 5, 4 നമുക്ക് എല്ലാം എഴുതാം. എന്നിട്ട് കൂട്ടി നോക്കാം. നിങ്ങൾ നോക്കിക്കോളൂ. ആദ്യത്തെ വരിയിൽ 5ഉം 6ഉം 1ഉം ഉണ്ട്. അത് കൂട്ടിയാൽ എത്ര വരിക? 11 വരും നമുക്ക് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റത്തെ വരിയിൽ 7, 2, 3 കൂട്ടിയാലും 12 വരും. 6, 4, 2 കൂട്ടിയാലും 12 വരും. ഇനി ഇതാ ഈ ഇടയിൽ നോക്കൂ. 7, 4, 1 അതും 12 വരും. നെക്സ്റ്റ് ചുവടെ കൊടുത്തവയിൽ ഏതിലൊക്കെയാണ് സംഖ്യകൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമമായി എഴുതിയിട്ടുള്ളത് നോക്കുക. അതിൽ നമ്മളൊരു ടിക്ക് ഇടണം. അപ്പം നമുക്കതിൽ 25, 28, 31, 34, 37 ഇത് ചെറുതിൽ നിന്ന് വലുതിലേക്കാണ്. അപ്പം ശരിയാണ്. ഇനി അതിൽ കറക്റ്റായിട്ട് വരുന്നത് ഏതാണ്? നോക്കൂ. 52, 58, 64, 70, 76 അത് ശരിയാണ്. ഇനി നമുക്ക് ലാസ്റ്റത്തെ 79, 80, 81, 82, 83 അതും ശരിയാണ്. അടുത്തത് സംഖ്യാക്രമങ്ങളാണ്. സംഖ്യാക്രമത്തിലെ വിട്ടുപോയ സംഖ്യ ഏതാണ് നമ്മൾ പൂരിപ്പിക്കണം. 10, 18, 26, 34. നെക്സ്റ്റ് ഏതാ വരിക? ഇവിടെ 8 കൂട്ടിയിട്ടാണ് പോകേണ്ടത് കേട്ടോ. 42 വരും. അടുത്തത് 31, 40, 49. അടുത്തത് വരുന്നത് 58 ആണ്. നമുക്കിവിടെ 9 കൂട്ടിയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് 88, 82, 76, 70. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? 6 കുറച്ചാണ് എഴുതിയിരിക്കുന്നത്. 64 വരുവേ. നാലാമത്തെ 56, 60, 64. ഇപ്പൊ ഇവിടെ 4 കൂട്ടിയിട്ടാണ് എഴുതേണ്ടത്. 68 വരും. 4 കൂട്ടണം. അടുത്തത് 95, 89, 83, 77. 6 കുറച്ച് എഴുതുക. നെക്സ്റ്റ് 71 വരും. അടുത്തത് സംഖ്യകൾ ഉണ്ടാക്കാം. മീയും കൂട്ടുകാരും അക്കങ്ങൾ ഉപയോഗിച്ച് സംഖ്യകൾ ഉണ്ടാക്കുകയാണ്. ഒരാൾക്ക് 2 കാർഡുകൾ എടുക്കാം. അവ ഉപയോഗിച്ച് രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കണം. മിയയ്ക്ക് കിട്ടിയത് 3, 5 എന്ന കാർഡുകളാണ്. അത് വെച്ച് മിയക്കുട്ടി ഉണ്ടാക്കിയ നമ്പറുകളാണ് 35ഉം 53ഉം. താഴെ നോക്കൂ. നിങ്ങൾക്ക് അതുപോലെ 2, 6 കാണാം. 9, 8 കാണാം. 5, 0 കാണാം അല്ലെ. അപ്പൊ 2ഉം 6ഉം വെച്ച് നിങ്ങൾക്ക് ഏതൊക്കെ സംഖ്യകൾ ഉണ്ടാക്കാം? 26ഉം 62ഉം ഉണ്ടാക്കാം അല്ലെ. 9ഉം 8ഉം വെച്ച് 98ഉം 89ഉം ഉണ്ടാക്കാം. അതുപോലെ 5, 0 വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് 50 ഉണ്ടാക്കാൻ പറ്റും. 4, 5 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ
5, 4, 5 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഉപയോഗിച്ച് ഏതെല്ലാം രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്നാണ് ചോദിക്കുന്നത്. നമുക്കിതിൽ ആവർത്തിക്കാൻ പറ്റില്ല, ആവർത്തിക്കാതെ വേണം ഉണ്ടാക്കാൻ. അപ്പൊ 45, 54 അങ്ങനെ രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാം. ഇനി ആവർത്തിച്ചാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് 45, 54, 44, 55 എന്നുള്ള 4 രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാം. അടുത്തത് നോക്കൂ, നമുക്ക് കോട്ട തന്നിട്ടുണ്ട് അല്ലെ. 3 പേർക്ക് കളിക്കാൻ പറ്റുന്ന കളിയാണിത്. ഒരു വട്ടത്തിൽ നിന്ന് അടുത്ത വട്ടത്തിലേക്ക് വരയ്ക്കുക. ചെരിഞ്ഞ വരകൾ വരയ്ക്കരുത്. അതിലെ സംഖ്യകൾ തമ്മിൽ കൂട്ടുക. മറ്റു 2 പേരും ഇതുപോലെ ചെയ്യുക. 3 പേരും ചെയ്ത ശേഷം ഉത്തരമായി കിട്ടിയ സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക. സംഖ്യകളുടെ വലുപ്പത്തിനനുസരിച്ച് 5, 3 എന്നിങ്ങനെ പോയിന്റ് കിട്ടും. അടുത്തടുത്ത് സംഖ്യകൾ ചേർത്ത് ചതുരം വരച്ചാൽ ഒരു കോട്ട കിട്ടാം. കോട്ട മുഴുവനാക്കുന്ന ആൾക്ക് അധികമായി 10 പോയിന്റ് കൂടി കിട്ടും. കൂടുതൽ കാര്യങ്ങൾ ടീച്ചറോട് ചോദിച്ച് കളിക്കും. ഇത് നിങ്ങൾ സ്കൂളിൽ കളിക്കേണ്ട ഒരു കളിയാണ്. നിങ്ങൾ ക്ലാസ്സിൽ ഇത് ചെയ്തു നോക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.